വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിനു വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ എല്ലാവരും എത്തുന്നതിന് മുൻപേ വേദിയിൽ ആദ്യമെത്തിയത് രാജീവ് ചന്ദ്രശേഖറാണ്. ഉദ്ഘാടന വേദിയിൽ അദ്ദേഹം ആദ്യമെത്തി സ്ഥാനം പിടിച്ചതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരനും ചടങ്ങിൽ ക്ഷണമുണ്ടായിരുന്നു. അതിന് പ്രകാരം അദ്ദേഹം വേദിയിലെത്തി നേരത്തെ തന്നെ ഇരിപ്പുറപ്പിച്ചു. ഇത് കണ്ട് BJP പ്രവർത്തകർ ആവേശത്തോടെ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. രാജീവ് ചന്ദ്രശേഖറും അത് ഏറ്റുവിളിച്ചു. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് സദസ്സിലിരുന്ന മന്ത്രി മുഹമ്മദ് റിയാസിന് ഇതങ്ങ് അത്രയങ്ങ് പിടിച്ചില്ല. താൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ സദസ്സിൽ ഇരിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ മാത്രം വേദിയിൽ ഇരുന്നതാണ് മുഹമ്മദ് റിയാസിന് അത്രയങ്ങ് ദഹിക്കാതെ പോയത്. ഇതോടെ രാജീവ് ചന്ദ്രശേഖരനെ പരിഹസിക്കുകയും ചെയ്തു. ഏതാണ്ട് 10 മണിയോടെയാണ് രാജീവ് ചന്ദ്രശേഖർ സ്ഥലത്തെത്തിയത്. ഉടനെ തന്നെ വേദിയിൽ സ്ഥാനമുറപ്പിക്കുകയും ചെയ്തു. ആ സമയം വേദിയിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. പൊതുമരാമത്ത് മന്ത്രിയായ മുഹമ്മദ് റിയാസും മറ്റു മന്ത്രിമാരും സദസ്സിൽ തന്നെയാണ് ഇരുന്നിരുന്നത്. എല്ലാവരും വേദിയിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. സംസ്ഥാനത്തിന്റെ ധനമന്ത്രി ഉൾപ്പെടെയുള്ളവർ സദസ്സിലാണ് ഇരുന്നത്. അപ്പോഴാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എത്രയോ നേരത്തെ തന്നെ സർക്കാർ പരിപാടിക്ക് വേദിയിൽ സ്ഥാനം പിടിച്ചത്. കൂടാതെ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. ഇത് അല്പത്തരമല്ലേ എന്നാണ് മുഹമ്മദ് റിയാസ് ചോദിക്കുന്നത്.